ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇത് ശ്രീമൻ നാരായണീയത്തിലെ ദശകം 21 നവവർഷങ്ങളും സപ്തദീപാദികളും. കഴിഞ്ഞ ദശകത്തിൽ ഋഷഭയോഗീശ്വരൻ്റെ ചരിത്രം പറഞ്ഞു. ഇതിൽ ഭാരതവർഷങ്ങളുടെയും അതായത് ഖണ്ഡങ്ങളുടെയും പ്ലക്ഷം തുടങ്ങിയ സപ്തദ്വീപുകളുടെയും വിവരമാണ് ഉള്ളത്. ഭാഗവതം 5-ാം സ്കന്ധത്തിൽ 16, 17, 18, 19, 20 അധ്യായങ്ങളിൽ ഭൂമണ്ഡല സന്നിവേശം, ഭൂമണ്ഡലത്തിൻ്റെ കിടപ്പ്, അളവുകൾ എത്രയാണ് എന്നെല്ലാം വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം 1. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാ ജനമാത്രഭാജി ശർവേണ മന്ത്രനുദിഭിഃ സമോപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. പദം പിരിക്കാം. മധ്യ ഉദ്ഭവേ ഭുവഃ ഇളാവൃത നാംനി വർഷേ ഗൗരീ പ്രധാന വനിതാ ജന മാത്ര ഭാജി സർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണ ആത്മകം അധീശ്വര സംശ്രയേ ത്വാം. ഭുവഃ മധ്യോദ്ഭവേ ഇളാവൃതനാംനി. ഭുവഃ ഭൂമിയുടെ മധ്യോദ്ഭവ മധ്യപ്രദേശം ഉത്പത്തിസ്ഥാനമായിട്ടുള്ള അതായത് ഭൂമിയുടെ ഒത്ത നടുക്കുള്ള ഇളാവൃതനാംനി ഇളാവൃതം എന്നു പേരായ ഗൗരീ പ്രധാന വനിതാജന മാത്രഭാജി. ഗൗരീ പ്രധാനം ശ്രീ പാർവതിയാകുന്ന നായികയോട് കൂടിയ വനിതാജന മാത്രഭാജി സ്ത്രീജനങ്ങൾ മാത്രമുള്ള വർഷത്തിൽ അതായത് ഭൂഖണ്ഡത്തിൽ സർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും നന്നായി സേവിച്ചു പോരുന്ന സംഘർഷണാത്മകം സംഘർഷണമൂർത്തിയായ അധീശ്വര സ്വാമിൻ ത്വാം സംശ്രയേ അങ്ങയെ ഞാൻ ശരണം പ്രാപിച്ചു കൊള്ളുന്നു. ഭൂമിയുടെ മധ്യഭാഗമായ ജംബൂദ്വീപിൻ്റെ നടുവിലുള്ളതും പാർവതിയുടെ ശാപത്താൽ ശിവൻ ഒഴിച്ച് മറ്റു പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് സ്ത്രീജനങ്ങൾ മാത്രമുള്ളതായ ഇളാവൃതമെന്ന വർഷത്തിൽ പരമശിവനാൽ മന്ത്രങ്ങളെ കൊണ്ടും സ്തുതികളെ കൊണ്ടും ഉപാസിക്കപ്പെടുന്ന സംഘർഷണമൂർത്തിയായ നിന്തിരുവടിയെ അല്ലയോ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാ ജനമാത്രഭാജി ശർവേണ മന്ത്രനുദിഭിഃ സമോപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ശ്ലോകം 2. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രസ്രവോഭിർഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവഹയശീർഷതനും ഭവന്തം. പദം പിരിക്കാം. ഭദ്രാശ്വ നാമക ഇളാവൃത പൂർവവർഷേ ഭദ്രസ്രവോഭിഃ ഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്ത ഗൂഢ നിഗമ ഉദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനോ ഭവന്തം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രാശ്വനാമകേ ഭദ്രാശ്വം എന്നു പേരായ ഇളാവൃത പൂർവവർഷേ ഇളാവൃതഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളതുമായ ഖണ്ഡത്തിൽ ഭദ്രസ്രവോഭിഃ ഋഷിഭിഃ പരിണൂയമാനം
ഭദ്രസ്രവസുകൾ എന്ന മഹർഷിമാരാൽ പരിണൂയമാനം അസ്സലായി സ്തുതിക്കപ്പെടുന്നവനായി കൽപ്പാന്ത ഗൂഢ നിഗമോദ്ധരണ പ്രവീണം കൽപ്പാന്തകാലത്തിൽ അതായത് പ്രളയകാലത്തിൽ നിഗൂഢ മറഞ്ഞു കിടക്കുന്ന നിഗമങ്ങളെ വേദങ്ങളെ ഉദ്ധരണ പ്രവീണം വീണ്ടെടുക്കുന്നതിൽ പ്രാവീണ്യം അതായത് മിടുക്ക് കാട്ടിയവനായി ഹയശീർഷതനു ദേവ ഹയഗ്രീവമൂർത്തിയായ ഹേ ദേവ ഭവന്തം ധ്യായാമി അങ്ങയെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു. ഇളാവൃതത്തിന് കിഴക്കുള്ള ഭദ്രാശ്വമെന്ന വർഷത്തിൽ ഭദ്രസ്രവസുകൾ എന്ന ഋഷികളാൽ സ്തുതിക്കപ്പെടുന്നവനും പ്രളയജലത്തിൽ താണുപോയ വേദങ്ങളെ ഉദ്ധരിക്കുന്നതിൽ സാമർഥ്യമുള്ളവനുമായ ഹയഗ്രീവമൂർത്തിയായ നിന്തിരുവടിയെ ഞാൻ ധ്യാനിക്കുന്നു. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രസ്രവോഭിർഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവഹയശീർഷതനും ഭവന്തം. ശ്ലോകം 3. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. പദം പിരിക്കാം. ധ്യായാമി ദക്ഷിണ ഗതേ ഹരിവർഷേ പ്രഹ്ലാദ മുഖ്യ പുരുഷൈഃ പരിസേവ്യമാണം ഉത്തുംഗ ശാന്ത ധവള ആകൃതിം ഏക ശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ദക്ഷിണഗതേ ഹരിവർഷേ ഇളാവൃതത്തിൻ്റെ തന്നെ തെക്കുഭാഗത്തുള്ള ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദ മുഖ്യപുരുഷൈഃ പരിസേവ്യമാണം പ്രഹ്ലാദൻ തുടങ്ങിയ ജനങ്ങളാൽ നന്നായി സേവിക്കപ്പെടുന്നവനും ഉത്തുംഗ ശാന്ത ധവളാകൃതിം ഏക ശുദ്ധജ്ഞാനപ്രദം ഉത്തുംഗ അത്യുന്നതവും ശാന്ത ധവളാകൃതിയും ശമഗുണപ്രധാനവും വെളുത്തതുമായ ആകൃതിയുള്ളവനും ഏക ശുദ്ധജ്ഞാനപ്രദം ശുദ്ധമായ അതായത് നിർമ്മലമായ ഏകജ്ഞാനത്തെ അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവൻ നരഹരിം ഭവന്തം ധ്യായാമി ഭഗവാനെ നരസിംഹമൂർത്തിയായ അവിടുത്തെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു. ഇളാവൃതത്തിനു തെക്കുള്ള ഹരിവർഷത്തിൽ പ്രഹ്ലാദൻ മുതലായ ഭക്തശിരോമണികളാൽ സേവിക്കപ്പെട്ട് ഉന്നതവും രൗദ്രരസം നീങ്ങി ശാന്തവുമായതും വെണ്മയുള്ളതുമായ സ്വരൂപത്തോടുകൂടി നിർമ്മലമായ അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന നരസിംഹമൂർത്തിയായ നിന്തിരുവടിയെ ഞാൻ ധ്യാനിക്കുന്നു. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ശ്ലോകം 4. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം.
പദം പിരിക്കാം. വർഷേ പ്രതീജി ലളിത ആത്മനി കേതുമാലെ ലീല വിശേഷ ലസിത സ്മിത ശോഭന അംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈഃ ച നിഷേവ്യമാണം തസ്യാഹ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ലളിതാത്മനി കേതുമാലെ പ്രതീജി വർഷേ. ലളിതാത്മനി അഴക് നിറഞ്ഞ വടിവുള്ളതും നല്ല സുന്ദരമായതും കേതുമാലം എന്ന പേരുള്ളതും പ്രതീജി വർഷേ ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതുമായ വർഷത്തിൽ ലീലാ വിശേഷലസിതസ്മിത ശോഭനാംഗം. ലീലാവിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും അഴക് നിറഞ്ഞ ആകൃതിയുള്ളവനും ലക്ഷ്മ്യാ പ്രജാപതിസുതൈഃ ന നിഷേവ്യമാണം. ശ്രീ ഭഗവതിയും പ്രജാപതിസൂതന്മാരും നന്നായി സേവിച്ചു പോരുന്നവനും തസ്യാഹ പ്രിയായ ആ ശ്രീ ഭഗവതിയുടെ പ്രീതിക്കു വേണ്ടി ധൃത കാമതനും ത്വാം ഭജേ കാമദേവനായി അവതരിച്ചവനുമായ അങ്ങയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. ഇളാവൃതത്തിന് പടിഞ്ഞാറുള്ള സുന്ദരമായ കേതുമാല വർഷത്തിൽ ശൃംഗാരവിലാസത്തോടും മനോഹരമായ മന്ദഹാസത്തോടും അഴകേറിയ ശരീരത്തോടും കൂടി ലക്ഷ്മി ദേവിയാലും പ്രജാപതിപുത്രന്മാരാലും ഉപാസിക്കപ്പെടുന്നവനും ലക്ഷ്മി ദേവിയുടെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ കാമദേവ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നവനുമായ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ശ്ലോകം 5. രമ്യേ ഹ്വിദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. പദം പിരിക്കാം. രമ്യേ ഹി ഉദീചി ഖലു രമ്യക നാംനി വർഷേ തദ് വർഷനാഥ മനുവർയ സപര്യമാണം ഭക്ത ഏക വത്സലം അമത്സരം ഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഉദീചി ഖലു രമ്യേ ഹി രമ്യകനാംനി വർഷേ. ഇളാവൃതത്തിൻ്റെ നേരെ വടക്ക് ഭാഗത്തുള്ളതും രമണീയം തന്നെയായതും രമ്യകം എന്നു പേരുള്ളതുമായ ഭൂഖണ്ഡത്തിൽ തദ് വർഷനാഥ മനുവർയ സപര്യമാണം. തദ് വർഷ ആ രമ്യക വർഷത്തിൻ്റെ നാഥ മനുവർയ നാഥനായ മനുശ്രേഷ്ഠനാൽ സപര്യമാണം പൂജിക്കപ്പെടുന്നവനായി ഭക്തൈകവത്സലം ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവരിൽ മുഖ്യനായി ആ മത്സരഹൃത്സു ഭാന്തം നിർമത്സരന്മാരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനുമായി മത്സ്യാകൃതിം ഭുവനനാഥ ഭവന്തം ഭജേ. മത്സ്യരൂപത്തിൽ അവതരിച്ചവനായ ജഗന്നാഥ അങ്ങയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. ഇളാവൃതത്തിന് വടക്കുള്ള രമ്യകമെന്ന വർഷത്തിൽ ആ വർഷത്തിൻ്റെ നാഥനായ വൈവസ്വതമനുവിനാൽ പൂജിക്കപ്പെടുന്നവനും ഭക്തവത്സലനും നിർമത്സരന്മാരായ മുക്തന്മാരുടെ ഉള്ളിൽ വിളങ്ങുന്നവനും
മത്സ്യമൂർത്തിയുമായ നിന്തിരുവടിയെ അല്ലയോ ജഗദീശ്വര ഞാൻ ഭജിക്കുന്നു. രമ്യേ ഹ്വിദീജി ഖലു രമ്യഗനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ശ്ലോകം 6. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവദേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. പദം പിരിക്കാം. വർഷം ഹിരണ്മയ സമാഹ്വയ ഔത്തരാഹം ആസീനം അദ്രി ധൃതി കർമ്മട കാമട അംഗം സംസേവദേ പിതൃഗണ പ്രവരഃ ആരിമാ യം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഔത്തരാഹം ഹിരണ്മയ സമാഹ്വയം വർഷം ആസീനം. രമ്യകവർഷത്തിൻ്റെ തൊട്ടു വടക്ക് ഭാഗത്തുള്ളതും ഹിരണ്മയം എന്നു പേരുള്ളതുമായ വർഷത്തിൽ ഉപവേശിക്കുന്നവനായി അദ്രിധൃതി കർമ്മഠ കാമഠാംഗം. അദ്രിധൃതി കർമ്മഠം മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ കാമഠാംഗം കൂർമ്മ ശരീരമുള്ളവനായി പിതൃഗണഃ പ്രവരഃ ആര്യമാ യം സംസേവതേ തം ത്വാം. പിതൃഗണഃ പിതൃക്കളുടെ കൂട്ടത്തിൽ ആര്യമാ യം സംവേദേ ശ്രേഷ്ഠനായ ആര്യമാവ് നന്നായി സേവിക്കുന്നവനായ ത്വാം അങ്ങയെ പരചിന്മയാത്മൻ ഭഗവൻ ഭജാമി. പരമാർത്ഥജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. വളരെ വടക്കുള്ള ഹിരണ്മയം എന്ന വർഷത്തെ അധിവസിച്ച് പിതൃഗണശ്രേഷ്ഠനായ ആര്യമാവിനാൽ ഉപാസിക്കപ്പെടുന്നവനും മന്ദരപർവ്വതത്തെ താങ്ങിയ കൂർമാകൃതിയെ ധരിച്ചിരിക്കുന്നവനും ആയ നിന്തിരുവടിയെ അല്ലയോ പരമാത്മജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഞാൻ അങ്ങയെ ഭജിച്ചു കൊള്ളുന്നു. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവദേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ശ്ലോകം 7. കിം ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ടഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. പദം പിരിക്കാം. കിം ച ഉത്തരേഷു കുരുഷു പ്രിയയാ ധരണ്യ സംസേവിതഃ മഹിത മന്ത്ര നുതി പ്രഭേദൈഃ ദംഷ്ട്ര അഗ്ര ഘൃഷ്ട ഘന പൃഷ്ട ഗരിഷ്ഠ വർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞ വരാഹമൂർത്തേ. കിം ച ഉത്തരേഷു കുരുഷു. കിം ച എന്ന് മാത്രമല്ല ഉത്തരേഷു കുരുഷു ഹിരണ്മയത്തിൻ്റെ വടക്കുള്ള ഉത്തര കുരുഖണ്ഡത്തിൽ പ്രിയയാ ധരണ്യ പ്രിയയായ ഭൂമിദേവി മഹിത മന്ത്രനൂതി പ്രഭേദൈഃ സംസേവിതഃ
വിശേഷപ്പെട്ട നാനാമന്ത്രങ്ങൾ കൊണ്ടും നാനാസ്തോത്രങ്ങൾ കൊണ്ടും നന്നായി സേവിച്ചു കൊണ്ടിരിക്കുന്നവനും ദംഷ്ട്ര അഗ്രഗൃഷ്ടഘന പൃഷ്ഠഗരിഷ്ഠ വർഷ്മ. ദംഷ്ട്ര അഗ്ര തേറ്റപ്പല്ലുകളുടെ അഗ്രങ്ങൾ കൊണ്ട്, ഗൃഷ്ട ഘന പൃഷ്ഠ മേഘങ്ങളെ ചെന്നുരുമിയ, ഗരിഷ്ഠ വർമ്മ ഉഗ്രൻ ശരീരമുള്ളവനുമായ, ത്വം അങ്ങ്, വിജ്ഞനുത യജ്ഞ വരാഹമൂർത്തെ പാഹി ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തെ രക്ഷിക്കണമേ. കിം ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. ശ്ലോകം 8. യാമ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാം സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. പദം പിരിക്കാം. യാമ്യാം ദിശം ഭജതി കിം പുരുഷ ആഖ്യ വർഷേ സംസേവിതഃ ഹനുമതാ ദൃഢ ഭക്തി ഭാജാ സീതാഭിരാമ പരമ അദ്ഭുത രൂപശാലി രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. യാമ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ ഇളാവൃതത്തിൻ്റെ തെക്ക്, ഹരിവർഷത്തിൻ്റെ തൊട്ടു തെക്കു ഭാഗത്തുള്ള കിം പുരുഷവർഷത്തിൽ ദൃഢഭക്തിഭാജ ഹനുമതാ സംസേവിതഃ ഉറച്ച ഭക്തിയുള്ള ശ്രീ ഹനുമാനാൽ നന്നായി സേവിക്കപ്പെടുന്നവനായി, സീതാഭിരാമ പരമാദ്ഭുത രൂപശാലി സീതാഹൃദയഹാരിയും അതി ആശ്ചര്യകരവുമായ സുന്ദരാകൃതിയിൽ ശോഭിക്കുന്നവനുമായി, രാമാത്മകം പരിലസൻ വിഷ്ണു ത്വം പരിഭാസി ശ്രീരാമാവതാരം പൂണ്ട് പരിശോഭിക്കുന്നവനായ ശ്രീ മഹാവിഷ്ണു അവിടുന്ന് പരിപാലിക്കണമേ. അല്ലയോ വിഷ്ണു ഭഗവാനെ, തെക്കേ ദിക്കിലുള്ള കിം പുരുഷവർഷത്തിൽ പരമഭക്തനായ ഹനുമാനാൽ സേവിക്കപ്പെടുന്നവനും സീതാ മനോമോഹനമായ അത്യത്ഭുത സുന്ദരാകൃതിയോടുകൂടിയവനുമായ രാമമൂർത്തിയായി വിളങ്ങുന്ന നിൻ്റെരുവടി എന്നെ രക്ഷിക്കണമേ. മ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാം സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. ശ്ലോകം 9. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനാം ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. പദം പിരിക്കാം. ശ്രീനാരദേന സഹ ഭാരത ഖണ്ഡ മുഖ്യൈ ത്വം സാംഖ്യ യോഗ നുതിഭിഃ സമുപാസ്യമാനഃ ആകൽപകാലം ഇഹ സാധുജന അഭിരക്ഷി നാരായണഃ നരസഖഃ പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ശ്രീനാരദ മഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാർ
സാംഖ്യയോഗനുതിഭിः സമുപാസ്യമാനഃ. സാംഖ്യശാസ്ത്രപ്രകാശങ്ങളും യോഗശാസ്ത്രപ്രകാശങ്ങളുമായ സ്തോത്രങ്ങളെ കൊണ്ട് വേണ്ടതുപോലെ ഉപാസിക്കുന്നവനും ഇഹ ആകൽപകാലം സാധു ജനാഭിരക്ഷീഹി. ഇഹ ഇവിടെ ആകൽപകാലം ഈ ഭാരതവർഷത്തിലെ പ്രളയാവസാനം വരെയും സാധു ജനാഭിരക്ഷി സുഹൃത്തുക്കളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും നരസഖ നാരായണ ത്വം ഭൂമൻ പരിപാഹി. നരസഖ നരനാകുന്ന സുഹൃത്തുക്കളോടുകൂടിയവനുമായ നാരായണ നാരായണനാകുന്ന ത്വം ഭൂമഹ അല്ലയോ സർവവ്യാപിയൻ പരിപാഹി അങ്ങ് പരിരക്ഷിക്കണമേ. അല്ലയോ മഹാത്മൻ ശ്രീ നാരദനാലും ഭാരതഖണ്ഡത്തിലെ പ്രധാന ഭക്തന്മാരാലും സാംഖ്യം യോഗം സ്തുതികൾ ഇവ കൊണ്ട് ഉപാസിക്കപ്പെട്ട് പ്രളയകാലം വരെ സജ്ജനങ്ങളെ പരിപാലിക്കുന്ന നരസഖാവായ നാരായണമൂർത്തിയായി വിളങ്ങുന്ന നിന്തിരുവടി എന്നെ രക്ഷിച്ചാലും. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാംഖ്യയോഗനുതിഭിः സമുപാസ്യമാനാം ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്ലോകം 10. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമധവായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാ. പദം പിരിക്കാം. പ്ലാക്ഷേ അർക്ക രൂപം ഐ ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശ നാമനി വഹ്നിരൂപം ക്രൗഞ്ചേ അംബു രൂപം അധ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപം അപി പുഷ്കര നാംനി ലോകാഃ. ഐ പ്ലാക്ഷേ അർക്കരൂപം അല്ലയോ ഭഗവാനെ പ്ലാക്ഷദ്വീപത്തിൽ ആദിത്യസ്വരൂപനും ശാൽമലെ ഇന്ദുരൂപം ശാൽമല ദ്വീപത്തിൽ ചന്ദ്രസ്വരൂപനും കുശനാമനി ദ്വീപേ വഹ്നിരൂപം കുശം എന്നു പേരായ ദ്വീപത്തിൽ അഗ്നിസ്വരൂപനും ക്രൗഞ്ചേ അംബുരൂപം ക്രൗഞ്ചദ്വീപത്തിൽ ജലസ്വരൂപനും അധ ശാഖേ വായുമയം ച ശാഖദ്വീപത്തിലാകട്ടെ വായുസ്വരൂപനും പുഷ്കരനാംനി ബ്രഹ്മരൂപം അഭി ത്വാം ലോകാഹ ഭജന്തി പുഷ്കരം എന്ന ദ്വീപത്തിൽ പരബ്രഹ്മസ്വരൂപനുമായ അങ്ങയെ ഭക്തരായ ജനങ്ങൾ ഭജിക്കുന്നു. ജംബൂദ്വീപത്തിലെ 9 വർഷഖണ്ഡങ്ങളുടെയും പ്രസ്താവന കഴിഞ്ഞു. ഇനി പ്ലാക്ഷം മുതലായ ദ്വീപുകളെപ്പറ്റി പറയുന്നു. പ്ലാക്ഷദ്വീപിൽ സൂര്യമൂർത്തിയായും ശാൽമലദ്വീപിൽ ചന്ദ്രസ്വരൂപനായും കുശദ്വീപിൽ അഗ്നിസ്വരൂപനായും ക്രൗഞ്ചദ്വീപിൽ ജലസ്വരൂപനായും ശാഖദ്വീപിൽ വായുസ്വരൂപനായും പുഷ്കരദ്വീപിൽ ബ്രഹ്മസ്വരൂപനായും ജനങ്ങൾ നിന്തിരുവടിയെ ഭജിക്കുന്നു. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമധവായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാ. ശ്ലോകം 11. സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച
പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. പദം പിരിക്കാം. സർവൈഃ ധ്രുവാദിഭിഃ ഉഡു പ്രഖരൈഃ ഗ്രഹൈഃ ച പുച്ഛാദി കേഷു അവയവേഷു അഭികൽപ്യേ മാനൈഃ ത്വം ശിംശുമാര വപുഷ മഹതാം ഉപാസ്യഃ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ധ്രുവാദിഭിഃ സർവൈഃ ഉടുപ്രകരൈഃ. പുച്ഛാദികേഷു അവയവേഷു, വാൽ തുടങ്ങിയ അതത് അവയവങ്ങളുടെ സ്ഥാനത്ത് അഭികൽപ്യമാനൈഃ സങ്കൽപ്പിക്കപ്പെടുന്ന ധ്രുവാദിഭിഃ ധ്രുവൻ മുതലായ സർവൈഃ ഉടുപ്രകരൈഃ സകല നക്ഷത്ര സമൂഹങ്ങളോടും ഗ്രഹൈഃ ച ഉപലക്ഷിതഃ സൂര്യ ചന്ദ്രാദികളായ ഗ്രഹങ്ങളോടും കൂടിയവനും സന്ധ്യാസു ശിംശുമാര വപുഷാ മഹതാം ഉപാസ്യ സന്ധ്യതോറും, അതായത് മൂവന്തിക്ക് ശിംശുമാരത്തിൻ്റെ വടിവുള്ളവനായിട്ട്, ആ രൂപത്തിലുള്ളവനായിട്ട് യോഗ്യരായവരാൽ സേവിക്കപ്പെടേണ്ടവനും സിന്ധുശായിൻ ത്വം മമ നരകം രുന്ധി. സിന്ധുശായിൻ പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനുമായ ത്വം മമ നരകം രുന്ധി, അവിടുന്ന് ഈ ഉള്ളവൻ്റെ നരകത്തെ തടയുമാറാകണമേ. വാല് മുതലായ അവയവങ്ങളിൽ ഉപാസകന്മാരാൽ കൽപ്പിക്കപ്പെടുന്ന ധ്രുവാദികളായ നക്ഷത്രങ്ങളോടും ഗ്രഹങ്ങളോടും കൂടി കീഴ്പോട്ട് തലയും വളച്ചു വെച്ച് ശരീരാവയവമുള്ള ശിംശുമാരൻ എന്ന ജലജന്തുവിൻ്റെ ആകൃതിയിൽ മഹാത്മാരാൽ സന്ധ്യതോറും ഉപാസിച്ചു വരുന്ന നിന്തിരുവടി, അല്ലയോ സമുദ്രത്തിൽ പള്ളി കൊള്ളുന്ന ദേവ, എൻ്റെ നരകത്തെ തടുക്കണമേ. നരകത്തെ തടയുക എന്നാൽ നരകസമാനമായ രോഗപീഠയെ ശമിപ്പിക്കുക എന്ന് സാരം. മറ്റൊരർത്ഥം നരകഹേതുവായ പാപത്തെ പരിഹരിക്കുക എന്നും എടുക്കാം. ഈ ശ്ലോകത്തിൽ നഭോമണ്ഡലത്തെ പ്രസ്താവനത്തിന് വിഷയമാക്കിയിരിക്കുന്നു. അവിടെ ഭഗവാൻ ഒരു ശിംശുമാരൻ്റെ, അതായത് ഒരു വലിയ മത്സ്യവിശേഷത്തിൻ്റെ രൂപം ധരിച്ച് അഭിവ്യാപ്തനാണെന്നും ശിംശുമാരൻ്റെ വാലിൻ്റെ സ്ഥാനത്ത് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ധ്രുവനക്ഷത്രവും മറ്റ് അവയവങ്ങളുടെ സ്ഥാനത്ത് മറ്റ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാകുന്നു എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. 12. ഇനി ഏറ്റവും താഴെയുള്ള പാതാളത്തെപ്പറ്റി പ്രസ്താവിക്കുന്നു. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. പദം പിരിക്കാം. പാതാള മൂല ഭുവി ശേഷതനും ഭവന്തം ലോല ഏക കുണ്ഡല വിരാജി സഹസ്ര ശീർഷം നീല അംബരം ധൃത ഹലം ഭുജഗ അംഘനാഭിഃ ജുഷ്ടം ഭജേ ഹര ഗദാൻ ഗുരു
ഗേഹനാഥ. പാതാളമൂലഭുവി, പാതാളത്തിൻ്റെ അടിത്തട്ടിൽ. ലോലേഖകുണ്ടല വിരാജി സഹസ്രശീർഷം, ലോലൈകകുണ്ടലം കിടന്നാടിക്കളിക്കുന്ന ഒറ്റക്കുണ്ടലം കൊണ്ട്, വിരാജി നന്നായി വിളങ്ങുന്ന, സഹസ്രശീർഷം 1000 ഫണങ്ങളുള്ളവനും, നീലാംബരം ധൃതഹലം നീലവർണ്ണമായ വസ്ത്രം ധരിച്ചവനും, ഹലം കലപ്പ ആയുധമായി എടുത്തിട്ടുള്ളവനും, ഭുജഗാങ്കനാഭിഹി ജുഷ്ടം നാഗസ്ത്രീകളാൽ പരിസേവിതനുമായ ശേഷതനും ഭവന്തം ഭജേ, ആദിശേഷൻ്റെ രൂപത്തിലുള്ള അങ്ങയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. ഗുരുഗേഹനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, ഹതാൻ ഹര, എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ഇളകുന്ന ഒറ്റക്കുണ്ടലം കൊണ്ട് ശോഭിക്കുന്ന 1000 തലകളോടും നീലവസ്ത്രങ്ങളോടും കൂടി കലപ്പയും കയ്യിൽ ധരിച്ച് നാഗസ്ത്രീകളാൽ സേവിക്കപ്പെട്ട് അനന്തമൂർത്തിയായി വിളങ്ങുന്ന നിന്തിരോടിയെ ഞാൻ സേവിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം, നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. ഇങ്ങനെ ജഗത്തിൻ്റെ പ്രധാന വിഭാഗങ്ങളും അവയിൽ ഓരോന്നിലും ഏതേത് രൂപത്തിൽ ഉപാസിച്ചു പോരുന്നു എന്നുള്ളതും ഈ ദശകത്തിൽ സാമാന്യമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. വർഷം, അതായത് ഖണ്ഡം. ഇളാവൃതം എന്ന വർഷത്തിൽ ഉപാസ്യൻ സംകർഷണൻ, ഉപാസകൻ ശ്രീ പരമേശ്വരൻ. ഭദ്രാശം ഹയഗ്രീവൻ, ഭദ്രസ്രവസുകൾ. ഹരിവർഷം നരസിംഹം, പ്രഹ്ലാദനും മറ്റും. കേതുമാലം പ്രത്യുബ്നൻ, ശ്രീ ഭഗവതിയും മറ്റും. രമ്യകം മത്സ്യം, വൈവസ്വധർമ്മനു. ഹിരണ്മയം കൂർമ്മം, ആര്യമാവ്. ഉത്തരക്കുരു വരാഹം, ഭൂമിദേവി. കിംപുരുഷം ശ്രീരാമൻ, ഹനുമാൻ. ഭാരതവർഷം നരനാരായണന്മാർ, നാരദരും മറ്റും. ഈ 9 വർഷങ്ങളും ജംബൂദ്വീപത്തിലാണ്. മറ്റ് 6 ദ്വീപുകളും ഓരോന്നിലെയും ഉപാസ്യനും. പ്ലാക്ഷം ആദിത്യൻ, ശാൽമലം ചന്ദ്രൻ, കുശം അഗ്നി, ക്രൗഞ്ചം ജലം, ശാകം വായു, പുഷ്കരം പരബ്രഹ്മം. ഭാഗവതം 5-ാം സ്കന്ധത്തിൽ 16 മുതൽക്കുള്ള 5 അധ്യായങ്ങൾ കൊണ്ട് ഭൂമണ്ഡലത്തെക്കുറിച്ച് നന്നായി വിസ്തരിച്ചിട്ടുണ്ട്. നാരായണീയ പാരായണം ദശകം 21. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാനവനിതാ ജനമാത്രഭാജി ശർവേണ മന്ത്രനുധിഭിഃ സമോപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഭദ്രാശ്വനാമക ഇളാവൃതപൂർവവർഷേ ഭദ്രസ്രവോഭിർഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവഹയശീർഷതനും ഭവന്തം. ധ്യായാമി ദക്ഷിണഗദേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ
ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. രമ്യേ ഹ്യുദീജി ഖലു രമ്യഗനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. വർഷം ഹിരണ്മയസമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവദേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. കിം ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതിപ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ടഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. യാമ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണോ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാംഖ്യയോഗനുതിഭിः സമുപാസ്യമാനാ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖഃ പരിപാഹി ഭൂമൻ. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവഹ്നിരൂപം ക്രൗഞ്ചേംബുരൂപമധവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാ സർവൈർധ്രുവാദിഭിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യ സന്ധ്യാസുരുന്ധിനരകം മമ സിന്ധുശായിൻ. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.